സ്നേഹമുള്ളവരെ, വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വിശുദ്ധ വാരത്തിന് വലിയ നോയമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം, വലിയ അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ്. എന്നാൽ ഇത് നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ ഈ 7 കൂദാശകളും ഈ വലിയ ആഴ്ചയിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ളതാണ്. ഈശോയുടെ പെസഹ രഹസ്യത്തിൽ നിന്നാണ് ഈ കൂദാശകളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നതെന്നും ആ ബോധ്യത്തിലൂടെ എല്ലാ കൂദാശകളെക്കുറിച്ചും അല്പം വിലയിരുത്തി സഭയുടെ മതബോധന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ പഠിക്കണം. ഈശോയുടെ പിളർന്ന പാർശ്വത്തിൽ നിന്നൊഴുകിയ രക്തവും ജലത്തിൽ നിന്നാണ് എല്ലാ കൂദാശകളുടെയും സ്രോതസ് പുറപ്പെട്ടത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1067 പാരഗ്രാഫിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, എന്തെന്നാൽ ക്രിസ്തു കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് സമസ്ത സഭയാകുന്ന വിസ്മയനീയമായ കൂദാശ പുറപ്പെട്ടു. ഇക്കാരണത്താൽ സഭ ആരാധനാക്രമത്തിൽ സർവോപരി ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം ആഘോഷിക്കുന്നു. അതുവഴിയാണ് ക്രിസ്തു നമ്മുടെ രക്ഷാകർമ്മം നിറവേറ്റിയത്. എൻ്റെ ധ്യാനത്തിൽ പ്രത്യേകിച്ച് ഈ മതബോധന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കാറുള്ളത്. എന്നിരുന്നാലും ആ പറഞ്ഞേക്കണ കാര്യങ്ങളെ തന്നെ മനസ്സിലാകണമെങ്കിൽ, ഈ മതബോധനം തന്നെ മനസ്സിലാകണമെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ വളരെയധികം ജ്ഞാനത്തിന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണിത് മനസ്സിലാകുന്നത്. മതബോധനം വായിച്ചാൽ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, വളരെ വലിയ രഹസ്യങ്ങളാണവ. അതുകൊണ്ട് അത് മനസ്സിലാകാൻ തക്ക വിധത്തിൽ ദൈവിക ജ്ഞാനം നമ്മളിലേക്ക് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ അവർക്ക് തീഷ്ണതയുണ്ടായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-10 അധ്യായത്തിൽ പറയുകയാണ്, അവരുടെ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീഷ്ണതയുണ്ടാകാം, അത് പോരാ. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് വലിയൊരു രഹസ്യമാണ്. ഇവിടെ നിന്നാണ് എനിക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ പ്രചോദനം കിട്ടിയത്. എന്താണ്? ദൈവനീതിയെക്കുറിച്ച് അജ്ഞരാകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ദൈവനീതി. സ്നേഹമുള്ളവർ, അതുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ വിനീതമായ അഭ്യർത്ഥന, ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജ്ഞാനം നമ്മളിൽ നിറഞ്ഞു തുളുമ്പാൻ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരമ്പരയിൽ പ്രത്യേകിച്ച് എല്ലാ കൂദാശകളെക്കുറിച്ചും അല്പം സഭയുടെ പ്രബോധനങ്ങളനുസരിച്ചും നമ്മൾ ഓരോ വിശ്വാസിക്കും മനസ്സിലാക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ വിവരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കൗദാശിക പദ്ധതി തന്നെ പഴയ നിയമത്തിൽ അതിൻ്റെ സൂചനകളേ ഉള്ളൂ, അതിൻ്റെ അടയാളങ്ങളേ ഉള്ളൂ. മോശ കൂദാശ ഉണ്ടാക്കിയില്ല. കൂദാശകൾ ക്രിസ്തുവിലൂടെയുള്ള പെസഹ രഹസ്യങ്ങളിൽ നിന്നുണ്ടായതാണ്. ഇതാ കാറ്റഗിസത്തിൽ 1076 നമ്പറിൽ പറയുന്നു, കൗദാശിക പദ്ധതി പൗരസ്ത്യവും പാശ്ചാത്യവുമായ പൊതു പാരമ്പര്യം ഇതിനെ കൗദാശിക പദ്ധതി എന്ന് വിളിക്കുന്നു. അവിടുന്ന് കൂദാശകളിലൂടെ പ്രവർത്തിക്കുന്നു.
ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത് കൂദാശകളിലൂടെയാണ്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൻ്റെ പരികർമ്മം പൂർണ്ണമായിട്ട് നമ്മളിൽ നടക്കുന്നത് കൂദാശകളിലൂടെ ആകുന്നു. സഭ അവിടുന്ന് കൂദാശകളിലൂടെ പ്രവർത്തിക്കുന്നു. പൗരസ്ത്യവും പശ്ചാത്യവുമായ പൊതു പാരമ്പര്യം ഇതിനെ കൗദാശിക പദ്ധതി എന്ന് വിളിക്കുന്നു. ഇത് സഭയുടെ കൗദാശികമായ ആരാധനാഘോഷത്തിൽ ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യത്തിൻ്റെ ഫലങ്ങളുടെ പകർന്നുകൊടുക്കൽ അഥവാ പ്രദാനം ചെയ്യൽ, ഡിസ്പെൻസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയുടെ പകർന്നു കൊടുക്കൽ പെസഹാ രഹസ്യങ്ങളിലൂടെ, പെസഹാ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ, അതാണ് ഈ വലിയ ആഴ്ചയിൽ നമ്മൾ ഓരോ ദിവസവും ഈ പെസഹാ രഹസ്യങ്ങളുടെ ഫലങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് എല്ലാം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ഫലങ്ങളുടെ പകർന്നു കൊടുക്കലാണ് ഡിസ്പെൻസേഷൻ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് 7 കൂദാശകളും ക്രൈസ്തവ പ്രാരംഭ കൂദാശകൾ, മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്ന പ്രാരംഭ കൂദാശകളും, അതിനുശേഷം കുംഭസാരം, രോഗീലേപനം, വൈദിക പട്ടം, വിവാഹം, ഇങ്ങനെയുള്ള കൂദാശകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ, ദൈവത്തിൻ്റെ കൃപയുടെ കുത്തൊഴുക്കാണത്. ദൈവത്തിൻ്റെ കൃപയാണ് കൂദാശകൾ. കൃപ എന്ന് പറഞ്ഞാൽ തന്നെ കൂദാശകളുടെ തന്നെ നിർവചനം അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ്. ദൈവകൃപ എന്നത് കണ്ടോ, ഞാൻ എപ്പോഴും കാണിക്കാറുള്ളൊരു അടയാളമാണിത്. കൃപ എന്നത് ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ്. 1997 കാറ്റഗിസത്തിൽ 98 പറയുന്നത് അത് മനുഷ്യൻ്റെ ബുദ്ധിയെയും അവൻ്റെ ഇച്ഛാശക്തിയെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളതാണ്. ഫ്രീ വില്ലിനെയും ഇൻ്റലക്റ്റിനെ തന്നെ രൂപാന്തരപ്പെടുത്തി അവനെ പുതിയ സൃഷ്ടിയാക്കുന്നതാണ് കൂദാശ. അവൻ എന്തെല്ലാം ചിന്തിച്ചാലും, പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് ഡമാസ്കസിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ആത്മാവ് അവനെ സ്പർശിച്ചു. കണ്ടോ, അവൻ്റെ ഫ്രീ വില്ലനുസരിച്ച് പോകുകയായിരുന്നു. നിനവേക്ക് പോകാൻ പറഞ്ഞിട്ട് താർശീഷിലേക്ക് പോയ യോനായും ഫ്രീ വില്ലനുസരിച്ച് അവർ പോയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരെ ഫ്രീ വില്ലിനെ പോലും രൂപാന്തരപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ അവരെ കൊണ്ടുവന്നു. ദൈവഹിതം നിറവേറ്റുക. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? ദൈവം എന്തിനു നമ്മെ സൃഷ്ടിച്ചു? ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, ഓ ലോർഡ്, യു ക്രിയേറ്റഡ് മീ വിതൗട്ട് മീ, കനോട്ട് സേവ് മീ വിതൗട്ട് മീ. എന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെ കൂടാതെ എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലാണെങ്കിലും നമ്മൾ അതിനോട് സഹകരിക്കുന്നതിന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അത് സ്വീകരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ഈ ഓരോ കൂദാശകളെക്കുറിച്ചുള്ള വിവരണത്തിൽ സഭയുടെ പ്രബോധനം അനുസരിച്ച് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ നയിക്കട്ടെ. എൻ്റെ എല്ലാ ധ്യാനങ്ങളിലും ഈ സഭാപ്രബോധനങ്ങളനുസരിച്ച് തന്നെയാണ് എല്ലാം ഞാൻ വിളംബരം ചെയ്യുന്നത്. എന്നാൽ അത് മനസ്സിലാകാൻ സാധിക്കാത്തവർ അതിനെക്കുറിച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എന്നോട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം, ഞാനത് മനസ്സിലാക്കി തരാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.